പൂർണി, എന്താ പറഞ്ഞേ? അതേടാ, നിന്റെ അച്ഛൻ അവന്റെ മോൾക്ക് നല്ലൊരു സംബന്ധം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നു. നിന്റെ അച്ഛന് എന്നെ അത്ര വിശ്വാസമായതുകൊണ്ടാടാ. Get up. Get up. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? അതെന്താണ് മോനെ നീ അങ്ങനെ ചോദിക്കുന്നത്? നിന്റെ അച്ഛൻ കൃഷ്ണ. ആ പേര് ഈ വീട്ടില് കേൾക്കാൻ പാടില്ല. ഞങ്ങൾക്ക് അച്ഛനില്ല. അയാള് മരിച്ചു പോയിട്ട് 20 വർഷം കഴിഞ്ഞു. നോക്കു മോനെ, നിങ്ങൾ തമ്മിൽ വലിയ വഴക്കിലാണെന്ന് തോന്നുന്നു. എന്ന് വെച്ച് സ്വന്തം അച്ഛൻ മരിച്ചു എന്നൊക്കെ പറയാമോ? നിഷ്കളങ്കയായ ഭാര്യയും ലോകം അറിയാത്ത 4 വയസ്സുള്ള കൊച്ചു കുട്ടിയെയും നിഴല് പോലെ കൂടെ നിന്ന കുട്ടിയെയും ഉപേക്ഷിച്ച് പോയവനെ മരിച്ചു പോയെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നിങ്ങള് ഞങ്ങളോടുള്ള വാത്സല്യം കൊണ്ടാ ഈ ബന്ധം കൊണ്ടുവന്നെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അയാളുടെ സ്നേഹിതൻ എന്ന നിലയിൽ അയാളുടെ വാക്ക് കേട്ടിട്ടാണ് ഇവരെ കൊണ്ടുവന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടിനകത്ത് കാലൂത്താൻ സമ്മതിക്കില്ലായിരുന്നു. സർ, ഐ എം വെരി സോറി. പ്ലീസ്. അങ്കിൾ, ഇനി ഒരു തവണ കൂടി ആ പേര് എവിടെയെങ്കിലും വെച്ച് ഞാൻ കേൾക്കാൻ ഇടയായാൽ പിന്നെ ഈ മര്യാദ പോലും ഉണ്ടാവില്ല. ഇറങ്ങിപ്പോ. ചേച്ചി, ചേച്ചി, എന്റെ അച്ഛനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അയ്യോ, ബൈപ്പാസ് സർജറിയാ ചെയ്യണ്ടേ. അയ്യോ, അത് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. ചേച്ചിക്ക് എന്തെങ്കിലും? അയ്യോ, എന്റെ അവസ്ഥ നിനക്ക് അറിയാലോ മോളെ. ഇത്രയും പണം എനിക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയും? നീ തന്നെ ഒന്ന് പറ മോളെ. ശരി ചേച്ചി. ചേട്ടാ, ചേട്ടാ, എന്റെ അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി ഒരു 5 ലക്ഷം രൂപ വേണമായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞ? 5 ലക്ഷം വേണമെന്നോ? എന്ത് കണ്ടിട്ടാ ഞാൻ പണം തരേണ്ടത്? നിങ്ങൾ എങ്ങനെ അത് തിരിച്ചു തരും? നിന്റെ അച്ഛനാണെങ്കിൽ മുഴുക്കുടിയനാ. വീട്ടിലെ കാര്യങ്ങളെല്ലാം നിന്റെ അമ്മയല്ലേ നോക്കുന്നേ. അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ എന്താ ചത്താല. ചേട്ടാ, നിങ്ങൾക്ക് കാശ് തരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അല്ലാതെ വെറുതെ
എന്റെ അച്ഛനെ കുറിച്ച് വായി തോന്നിയത് വല്ലതും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും. ചേച്ചി 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 എന്റെ അച്ഛൻ ആശുപത്രിയില്ല, അർജന്റായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയുന്നത്. അതിന് 5 ലക്ഷം രൂപ വേണം. എന്തെങ്കിലും സഹായം ചെയ്യോ? കാശോ? 5 ലക്ഷോ? ഞാനത് നിനക്ക് തരണോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഞാനത് തരുവോ? ഒന്ന് പോവേണേ. എന്റെ പൊന്നു മോക്ക് പൊന്നുകൊണ്ടുള്ളൊരു മാല. മോളെ, ഇതെപ്പോഴും നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. അമ്മേ, ഇത് ഭംഗിയുണ്ടല്ലേ? നിന്നോളം ഭംഗിയുണ്ട്. താങ്ക് യു അച്ഛാ. മോളെ, ഇത് പണയമായി വെച്ചാല് 80,000 രൂപയെ തരാൻ പറ്റുള്ളൂ. പക്ഷേ 1-ാം തീയതി തന്നെ പലിശ കിട്ടണം. സാറേ, ഈ രൂപ മതിയാവില്ല. ഇനിയും എനിക്ക് ഒരു 4 ലക്ഷം രൂപ കൂടി വേണം. എങ്ങനെയെങ്കിലും എനിക്ക് അത്രയും കാശ് തന്നൂടെ? നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട് മോളെ. പക്ഷേ സമ്പാദിക്കുന്നതിന്റെ അച്ഛൻ വീണുപോയില്ലേ? ഇപ്പൊ നടു റോഡിലായി പോയ നിന്റെ അമ്മ മാത്രം വിചാരിച്ചാൽ എങ്ങനെ എന്റെ പൈസ തിരിച്ചു തരും? എന്ത് വിശ്വസിച്ചാ ഞാൻ നിങ്ങക്ക് പണം തരുന്നത്? ഇത് നോക്ക്, ഈ 80,000 ഞാൻ തരാം. വേണമെങ്കിൽ വാങ്ങിച്ചോ, വേണ്ടെങ്കിൽ വാങ്ങണ്ട. ഇതാ പണം. സത്യമായി ഞാനിത് ക്ഷമിക്കില്ല. നീ എന്തിനാ കൃഷ്ണ ഇങ്ങനെ ചെയ്തത്? ഇന്ദു നിന്റെ സ്വന്തം മകളല്ലേ? അവളുടെ ഭാവിയെക്കുറിച്ച് അച്ഛനായി നിനക്ക് ഒരു ചിന്തയുമില്ലേ? എന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ആ വീട്ടിലെ ആളുകൾ എന്തിനാ കടന്നു വരുന്നത് കൃഷ്ണ? ആ കുടുംബത്തിന് നന്മ വരുത്താനായി ഈ കുടുംബത്തിന് എന്തിനാ ദ്രോഹിക്കുന്നത്? വീട്ടിലെ അന്തസ്സും അഭിമാനവും നിനക്കൊരു പ്രശ്നമല്ലേ കൃഷ്ണ? നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ലേ? എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും പോയാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ കൃഷ്ണ? ശരിക്കും നീ എന്താ കരുതിയിരിക്കുന്നത്? ഇല്ല, സത്യമായി മതി, നിർത്ത്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഞാനത് വിശ്വസിക്കില്ല. സത്യത്തിൽ നീ ആരാ? എങ്ങനെയുള്ളവനാ നീ? ഏത് അവസ്ഥയിലുണ്ടായിരുന്നു നിന്നെ? ഏത് സ്ഥാനത്ത് ഞാൻ എത്തിച്ചു? അതെല്ലാം നീ മറന്നുപോയോ? ഞാൻ മിണ്ടിപ്പോരുത്. അപൂർവ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? നിനക്ക് മുമ്പൊരു വിവാഹം കഴിഞ്ഞതാണെന്ന് സത്യം മറച്ചുവെച്ച് എന്റെ പെങ്ങളുടെ നിഷ്കളങ്കതയെ മുതലെടുത്ത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിന്നെ അന്ന് തന്നെ വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ എന്റെ സഹോദരി നിന്നെ വിശ്വസിച്ചു. അവളുടെ കണ്ണ് നനയാൻ പാടില്ലെന്ന ഒരൊറ്റ കാരണം കൊണ്ടാ എന്നോട് ക്ഷമിച്ച് വെറുതെ വിട്ടത്. എന്റെ വീട്ടില് ഞാൻ നിനക്കൊരു സ്ഥാനം നൽകി, എന്നിട്ട് നീ മാറിയില്ല. നിന്നെ ഇത്രമാത്രം വിശ്വസിച്ച ഈ കുടുംബത്തിന് ഏത് വിധത്തിലും ദ്രോഹം ചെയ്ത്
ആ കുടുംബത്തിൽ നന്നാക്കി കളയാന്ന് വിചാരിച്ചോ? പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് ഇനിയും നിന്നെ വെറുതെ വിട്ടാ ഈ കുട്ടികളുടെ ഭാവി നീ നശിപ്പിച്ചു കളയും. നിന്റെ ഞാൻ ചേട്ടാ ശ്ശേ. എന്തിനേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതേ ആരാ? ഏട്ടന്റെ അനിയത്തിയുടെ ഭർത്താവ്, ഈ കുടുംബത്തിന്റെ മരുമകൻ. ശരി, കൃഷ്ണൻ തെറ്റുപറ്റി എന്നുള്ള വാസ്തവോ? പക്ഷെ ആ തെറ്റ് തിരുത്തുന്നത് ഇങ്ങനെയാണോ ഏട്ടാ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ വാക്ക് തരുമോ? കൃഷ്ണൻ ഇനി ഒരിക്കലും ആ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. കുറിച്ചും ഈ കുഞ്ഞുങ്ങളെ കുറിച്ചും അല്ലാതെ ആ കുടുംബത്തിന് വേണ്ടി കൃഷ്ണൻ ഒന്നും തന്നെ ചെയ്യില്ല. അപൂർവ, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. യവനേക്കോട്ടല്ലോ ഇങ്ങനെ വെട്ടി നുറുക്കി കൊല്ലേണ്ടോ? ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തരെ എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? സാധിക്കും ഏട്ടാ, സാധിക്കും. ഈ വീടിന്റെ ഒരു പെണ്ണിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിഞ്ഞ അത് ഈ വീടിന് തന്നെ ദോഷം ചെയ്യും. നമുക്ക് സംഭവിക്കേണ്ട നഷ്ടം എന്നേ സംഭവിച്ചു കഴിഞ്ഞു ഏട്ടാ. അവർക്ക് കണ്ണീര് മാത്രം നൽകി എന്റെ ചേച്ചി പോയില്ലേ? ബാക്കിയുള്ളവരെങ്കിലും നമുക്ക് സംരക്ഷിക്കണ്ടേ ഏട്ടാ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാം ഏട്ടാ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ത് ജന്മോടാ! ഓരോ തവണയും എന്താ എവരുള്ളതുകൊണ്ടാ നീ രക്ഷപ്പെട്ടു പോകുന്നേ. ഇനി നീ ഒരിക്കൽ കൂടെ തെറ്റ് ചെയ്ത പിന്നെ ജീവിതത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ഓർമ്മിച്ചു വെച്ചോ. നിനക്ക് മനസ്സിലായോ കൃഷ്ണ? ഇനി ആ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാതെ മറക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് കൃഷ്ണ. എന്താടാ ഇതെല്ലാം? നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പോലും അനുവദിക്കാതെ എന്തിനാടാ അവർ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മേ, ആ കുടുംബത്തിന് ദോഷം ചെയ്തവനാണ് ഞാൻ. ഈ ജന്മത്തിലൊരിക്കലും ആ പാപത്തിന് പ്രായച്ചിത്വമില്ല. ഈ ശാപത്തിന് മോചനം ഉണ്ടാവില്ല. പൂർണി, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നല്ല കുടുംബം, നല്ല പയ്യൻ, ഇത്രയും നല്ലൊരു ബന്ധം കൈവിട്ടു പോയാൽ ആർക്കായാലും സങ്കടം തോന്നും. എനിക്ക് മനസ്സിലാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദ്രോഹം ചെയ്ത ആ മനുഷ്യൻ വഴി വന്ന ബന്ധം സ്വീകരിക്കാനാണ് എനിക്കിഷ്ടമല്ലാത്തത്.
ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഓരോ തവണയും നമ്മൾ ജനിക്കാൻ കാരണമായത് ആ മനുഷ്യനാണെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോ അയാൾ അയച്ചൊരു ബന്ധം എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമോളെ? ഇങ്ങോട്ട് നോക്കുമോളെ, ഇതിനേക്കാളും നല്ലൊരു കുടുംബത്തിൽ നിന്ന് സുന്ദരനായ ഒരു പയ്യനെ ഇതിലും ഐശ്വര്യമുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരും. എന്തുകൊണ്ടെന്നാൽ എന്റെ ഈ കുഞ്ഞനിയത്തിക്ക് ഏറ്റവും നല്ല ബന്ധം തന്നെ കിട്ടണം. അടിപൊളി ബന്ധം തന്നെ ഞാൻ കൊണ്ടുവരും. ഏട്ടാ, ദൈവം നൽകിയ ഏറ്റവും നല്ല ഏട്ടനാണ് നിങ്ങൾ. മതി മോളെ, ഇങ്ങനെ കരയല്ലേ. ഇങ്ങനെ കരഞ്ഞ നഷ്ടപ്പെട്ട ബന്ധം തിരികെ കിട്ടുമോ? നിന്റെ അച്ഛൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടേക്ക് വരേണ്ട പയ്യന്റെ കൂട്ടരെ അവിടേക്ക് പോയി എന്നത് സത്യം തന്നെയാണല്ലോ. ഒരുപക്ഷെ അവരെ അവിടേക്ക് അയച്ചത് നിന്റെ അച്ഛൻ തന്നെയാണെങ്കിൽ തെറ്റ് അദ്ദേഹത്തിൻ്റെതാ. അമ്മേ, അമ്മ എന്ത് വേണമെങ്കിലും കരുതിക്കോ. എന്നാൽ ഒരു വിഷയം തന്നിങ്ങനെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കരുത്. എല്ലാ സത്യത്തിലും ഒരു കള്ളമുണ്ട്, കള്ളങ്ങളിൽ സത്യവുമുണ്ട്. അതറിഞ്ഞിട്ടും അമ്മ ഇങ്ങനെ സംസാരിക്കരുത്. അതല്ല മോ, ഞങ്ങളിപ്പോ ദേഷ്യത്തിലിരിക്കുന്നെ. നിങ്ങൾ എന്തിനാ വന്നത്? നീ ദേഷ്യപ്പെടുന്നതിൽ ന്യായമുണ്ട്. എന്റെ മൗനത്തിൽ സത്യവുമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയാൽ എനിക്കല്പം സമാധാനം കിട്ടും. ഞങ്ങൾ ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞതാന്നും അതിൽ 2 കുട്ടികളുണ്ടെന്നും നമുക്ക് കുട്ടികൾ പിറന്ന ശേഷം നിങ്ങൾ പറഞ്ഞത്. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ സങ്കടമെല്ലാം ആരെയും കാണിക്കാതെ ഞാൻ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. എന്നിരുന്നാലും എന്റെ കുട്ടികളുടെ ഭാവിയെക്കാളും അവിടെയുള്ള കുട്ടികളുടെ ഭാവിയാണ് മുഖ്യമെന്ന് അറിഞ്ഞതിന് ശേഷവും, ഞാൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ? മീരേ, ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയുമില്ല. എന്നിരുന്നാലും നിനക്ക് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും എല്ലാം സഹിച്ചുകൊണ്ട് ഞാനിവിടെ കഴിയുന്നുണ്ട്. അല്ലാതെ ഞാനിതുവരെ അവിടെ പോയിട്ടില്ലല്ലോ. അതെല്ലാം സത്യമായിരിക്കാം. എന്നിരുന്നാലും അമ്മേ, നിങ്ങൾ ഇതുവരെ മാറിയില്ലേ? ഇത്രയൊക്കെ നടന്നതിന് ശേഷവും അച്ഛൻ വന്ന് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കോ? അയ്യോ, ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എന്നാലും സത്യാണല്ലോ എന്ന്. ഒന്ന് മിണ്ടാതിരിക്കോ? ഇന്ദു, നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് മോളെ. മറ്റുള്ളവരെ പോലെ നീ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഞാൻ പറയുന്നത് സത്യമാണ് മോളെ. ആ ബന്ധം നിനക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വെച്ചത് മോളെ. എന്നാൽ ഒരു തെറ്റിദ്ധാരണയിൽ എന്റെ ഫ്രണ്ട് സുബ്രഹ്മണ്യം അവരെ ആ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. എന്നെ ഒന്ന് വിശ്വസിക്കും മോളെ. അമ്മേ, അമ്മയുടെ മുന്നിൽ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് അനിയത്തിയുടെ വിവാഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. എന്നാലും അമ്മയുടെ ദൃഷ്ടിയില്
ഞാനൊരു തെറ്റുകാനായി മാറരുതെന്ന് കരുതി പറയാ. അച്ഛനില്ല. അമ്മയും ഞാനും അനിയത്തിയും നമ്മുടെ സാധനങ്ങളുമായി വീട് വിട്ട് പോകുന്ന സമയത്ത് പോലും അച്ഛനുണ്ടായിരുന്നില്ല. അതിനെല്ലാം ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കഴിച്ച് വയറ് നിറച്ചപ്പോഴും അച്ഛനുണ്ടായിരുന്നില്ല.